ഇനി നെക്സ്റ്റ് പറയുന്നത് പ്ലാസി യുദ്ധത്തെക്കുറിച്ചിട്ടാണ്. 171 പേജിൽ വാട്ട് വേർ ദ കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും എന്തെല്ലാമായിരുന്നു? പ്ലാസി യുദ്ധം നടക്കുന്നത് 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. പ്ലാസി എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു സ്ഥലമാണ് പ്ലാസി എന്ന് പറയുന്നത്. അവിടെ നടന്ന യുദ്ധം കൊണ്ടാണ് ഈ യുദ്ധത്തിന് പ്ലാസി യുദ്ധം എന്ന് പേര് വന്നത്. ഈ പ്ലാസി യുദ്ധം ചതിയിലൂടെ നേടിയ ഒരു വിജയമായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ യുദ്ധം വരുന്നത് ബംഗാളിലെ നവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഭരണാധികാരി രാജാവ്. ആ ബംഗാളിലെ ഭരണാധികാരിയായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് കമ്പനിയും തമ്മിലുള്ള യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഈ സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് കമ്പനിയും വലിയ ശത്രുക്കളായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ബംഗാളിൻ്റെ നവാബായിരുന്ന സിറാജുദ്ദൗളയുടെ അനുവാദം കൂടാതെ അവർ കമ്പനിക്കാർ, അതായത് ബ്രിട്ടീഷ് കമ്പനി കൽക്കട്ടയെ കോട്ട കെട്ടി, അതായത് കൊൽക്കത്ത, നമ്മളിപ്പോൾ ഇന്നത്തെ കൊൽക്കത്ത ഉണ്ടല്ലോ, കൊൽക്കത്തയെ കോട്ട കെട്ടി സംരക്ഷിച്ചു. ഒന്നാമത്തെ കാര്യം. അത് പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് നവാബ് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് എതിർത്തു. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടീഷ് കമ്പനി ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ കച്ചവടം നടത്തുകയും അതിലൂടെ നവാബിന് ലഭിക്കേണ്ട കച്ചവട ആനുകൂല്യങ്ങൾ ബ്രിട്ടീഷ് കമ്പനി തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സിറാജുദ്ദൗള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് കമ്പനിയും നവാബായിരുന്ന സിറാജുദ്ദൗളയും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണ്. സിറാജുദ്ദൗള വളരെ ശക്തനായിട്ടുള്ള രാജാവാണ്. അദ്ദേഹത്തിനെ നേരിട്ട് പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെ 1757 ജൂൺ 23 കൈം, അതായത് ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ നേതാവായിരുന്ന കൈമിൻ്റെ നേതൃത്വത്തിൽ സിറാജുദ്ദൗളയുടെ മന്ത്രിയായിരുന്ന മിർ ജാഫറുമായിട്ട് ഒരു കരാറുണ്ടാക്കുകയാണ്. എന്തു ചെയ്യാം? സിറാജുദ്ദൗളയെ ഒറ്റിക്കൊടുക്കുകയാണെങ്കിൽ മിർ ജാഫറിനെ ശേഷം നവാബാക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ സൈനിക നേതാവായിരുന്ന മിർ ജാഫറുമായിട്ടൊരു കരാറുണ്ടാക്കുകയും അങ്ങനെ അവർ പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധമുണ്ടാവുകയും ആ സമയത്ത് മിർ ജാഫർ സിറാജുദ്ദൗളയെ ഒറ്റിക്കൊടുക്കുകയും അതുപ്രകാരം സിറാജുദ്ദൗളയെ പിടിക്കപ്പെടുകയും ശേഷം അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു. എന്നിട്ട് മുൻ കരാർ പ്രകാരം മിർ ജാഫറിനെ അടുത്ത നവാബായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു യുദ്ധത്തിനെയാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് നോക്കൂ. 171 പേജിൽ നോക്കൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധം 1757 നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിച്ചത് ബംഗാളിലായിരുന്നു. ആ ബംഗാളിൽ ആധിപത്യം സ്ഥാപിക്കുവാനൊരു കാരണമുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഫലഭൂയിഷ്ഠവുമായ പ്രദേശമായിരുന്നു ബംഗാൾ. ധാരാളം വരുമാനം ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നു. അതിൻ്റെ പുറമെ ബംഗാൾ കീഴടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതര പ്രദേശങ്ങൾ, അപ്പുറവും ഇപ്പുറവുമുള്ള പ്രദേശങ്ങളെല്ലാം കീഴടക്കുവാനും വളരെ എളുപ്പമായിരുന്നു. ഇതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ബംഗാളിനെ ആദ്യം തിരഞ്ഞെടുത്തത്. ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളെക്കാൾ എളുപ്പത്തിൽ കീഴടക്കുവാൻ പറ്റുന്ന ഒരു പ്രദേശം ബംഗാളെന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ ബംഗാളിനെ കീഴടക്കുവാൻ വിദേശികൾക്ക് സാധിക്കുമായിരുന്ന പ്രദേശമാണ് ബംഗാൾ. അങ്ങനെ ബംഗാൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ കൈയടക്കുവാൻ എളുപ്പമായിരുന്നു. സ്വാഭാവികമായും ബംഗാളിനെ പിടിച്ചെടുക്കുവാൻ ബ്രിട്ടീഷുകാർ പരിശ്രമിച്ചു. ഇനി ബംഗാളിനെ പിടിച്ചെടുക്കുവാൻ ബ്രിട്ടീഷ് കമ്പനിക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് 1756
ബംഗാൾ നവാബായി അധികാരമേറ്റ സിറാജ് ദൗള കമ്പനിയുടെ ബദ്ധശത്രുവായിരുന്നു, വലിയ ശത്രുവായിരുന്നു സിറാജ് ദൗള. അപ്പോൾ സിറാജ് ദൗളയും കമ്പനിയും തമ്മിലുള്ള ബന്ധം വഷളാകുവാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്നാമത്തത് നവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരി, രാജാവ്. സിറാജ് ദൗള എന്ന നവാബിൻ്റെ അനുവാദം കൂടാതെ ബ്രിട്ടീഷ് കമ്പനി കൽക്കട്ടയെ കോട്ട കെട്ടി സംരക്ഷിച്ചു, ഇന്നത്തെ കൊൽക്കത്തയെ കോട്ട കെട്ടി സംരക്ഷിച്ചു. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് കമ്പനി ഉദ്യോഗസ്ഥന്മാർ സ്വകാര്യ കച്ചവടം നടത്തിക്കൊണ്ട് ഈ നവാബിന് ലഭിക്കേണ്ട കച്ചവട ആനുകൂല്യങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഈ നടപടികൾ സിറാജ് ദൗളയെ ക്ഷുഭിതനാക്കുകയും ഇംഗ്ലീഷുകാരുടെ അധികാര ദുർവിനിയോഗവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം കമ്പനി കൽക്കട്ടയ്ക്ക് ചുറ്റുമായി ഒരു കോട്ട നിർമ്മിക്കുവാൻ തുടങ്ങിയതാണ് പ്ലാസി യുദ്ധത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. തൻ്റെ അധികാരത്തെ ധിക്കരിക്കുന്ന ഈ നടപടി നവാബിനെ പ്രകോപിപ്പിക്കുകയും കോട്ട പൊളിച്ചു മാറ്റുവാൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. കമ്പനി കൊൽക്കത്തക്ക് ചുറ്റുമായിട്ട് കോട്ട നിർമ്മിച്ചിട്ടുണ്ട്, നവാബിൻ്റെ അധികാരം കൂടാതെ. അത് പൊളിച്ചു മാറ്റുവാൻ വേണ്ടി നവാബ് സിറാജ് ദൗള ഉത്തരവിട്ടു. പക്ഷേ കമ്പനി ഈ ഉത്തരവ് നിരസിച്ചതോടെ നവാബും കമ്പനിയും തമ്മിലുള്ള തുറന്ന സംഘർഷം ആരംഭിക്കുകയും നവാബുമായി സമാധാനത്തിന് തയ്യാറെടുത്തുവെങ്കിലും തങ്ങളോട് വിധേയത്വമുള്ള ഒരാളെ നവാബ് ആക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഒരിക്കലും സിറാജ് ദൗള, നവാബായിരുന്ന സിറാജ് ദൗള ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയില്ല എന്ന് ഉറപ്പാണ്. നവാബ് പറയുന്ന കാര്യങ്ങൾ ബ്രിട്ടീഷുകാരും അനുസരിക്കുകയില്ല. അതുകൊണ്ട് കോട്ട പൊളിച്ച് മാറ്റുകയും ചെയ്തില്ല. ഇനിയൊരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കീഴടക്കുവാനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് വിധേയത്വമുള്ള ഒരാളെ നവാബാക്കണം എന്നുള്ള ഉദ്ദേശവും ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നവാബുമായി സമാധാനത്തിന് തയ്യാറെടുത്തെങ്കിലും തങ്ങളോട് വിധേയത്വമുള്ള ഒരാളെ നവാബാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ ദൗളയുടെ സേനാ നായകനായിരുന്ന മിർ ജാഫറുമായി രഹസ്യധാരണയിൽ എത്തുകയാണ് ചെയ്തത്. സൈന്യത്തിൻ്റെ നേതാവായിരുന്നു മിർ ജാഫറുമായി രഹസ്യധാരണയിൽ എത്തി. എന്തായിരുന്നു രഹസ്യധാരണ? മിർ ജാഫറിനെ നവാബാക്കാമെന്ന് ബ്രിട്ടീഷുകാർ സമ്മതിച്ചു. അതായത് യുദ്ധമുണ്ടാകുന്ന സമയത്ത് നവാബിനെ ഒറ്റിക്കൊടുക്കാമെന്ന് മിർ ജാഫർ സമ്മതിക്കുകയും അങ്ങനെ ഒറ്റിക്കൊടുത്ത് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത നവാബായിട്ട് മിർ ജാഫറിനെ നിയമിക്കാമെന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് വാഗ്ദാനം നൽകി. ഇങ്ങനെ 1757 ജൂൺ 23 കൈമിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യം, അതായത് ഇംഗ്ലീഷ് സൈന്യത്തെ, ബ്രിട്ടീഷ് സൈന്യത്തെ ആരാണ് നയിച്ചിരുന്നത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും കമ്പനി എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതുതന്നെയാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? കൈമായിരുന്നു. അപ്പോൾ കൈമിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യവും നവാബിൻ്റെ സൈന്യവും തമ്മിൽ മുർഷിദാബാദിന് അടുത്തുള്ള പ്ലാസി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി. ഇങ്ങനെ ഇംഗ്ലീഷ് സൈന്യം നവാബിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുകയും സിറാജ് ദൗള തടവുകാരനായി പിടിക്കപ്പെടുകയും ശേഷം അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെ മിർ ജാഫറുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ശേഷം ബംഗാളിലെ നവാബായിട്ട് മിർ ജാഫറിനെ അധികാരപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചതിയിലൂടെ നേടിയ യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ചരിത്രകാരന്മാർ പ്ലാസി യുദ്ധത്തിന് സൈനിക പ്രാധാന്യം കൽപ്പിക്കുന്നില്ലെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു പ്ലാസി യുദ്ധം. അതായത് ചതിയിലൂടെ നേടിയ യുദ്ധമായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാർ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് ഈ ഒരു പ്ലാസി യുദ്ധത്തിലൂടെയായിരുന്നു.
ചതിയിലൂടെ നേടിയ ഒരു വിജയമായിരുന്നു പ്ലാസി യുദ്ധം. ഓക്കെ, എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ പ്ലാസി യുദ്ധത്തെക്കുറിച്ച് കാണാണ്ട് പഠിക്കലല്ല, ആ ഒരു ചരിത്രം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഭാഷയിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കുക. 4 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ബക്സാർ യുദ്ധം. 173 പേജിൽ നോക്കൂ. മെൻഷൻ ദ മെയിൻ കോസസ് ഫോർ ദ ബാറ്റിൽ ഓഫ് ബക്സാർ. ബക്സാർ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സൂചിപ്പിക്കുക. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്ലാസി യുദ്ധം നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ പ്ലാസി യുദ്ധത്തെ തുടർന്ന് വന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധത്തിലെ സിറാജുദ്ദൗളയുടെ പരാജയത്തിന് ശേഷം, വധത്തിന് ശേഷം പിന്നീട് അവിടെ നവാബായിട്ട് മിർ ജാഫറിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം വ്യാപാര ആനുകൂല്യങ്ങൾ കമ്പനിക്ക് കൊടുക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി. അങ്ങനെ കമ്പനി ഉദ്യോഗസ്ഥരുടെ അടിക്കടിയുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും ശേഷം അദ്ദേഹത്തിനെ ഭരണത്തിൽ നിന്ന് മാറ്റുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണ് മിർ ജാഫറിൻ്റെ മരുമകനായിരുന്ന മിർ കാസിമിനെ ബംഗാളിലെ നവാബാക്കിയിട്ട് നിശ്ചയിക്കുന്നത്. പക്ഷേ മിർ കാസിം മിർ ജാഫറിനെ പോലെ ബ്രിട്ടീഷുകാർക്ക് അടിമയായിട്ട് ജീവിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ സാമ്രാജ്യവാദിയായിരുന്നു. ബ്രിട്ടീഷുകാരെ വലിയ ശത്രുവായിട്ട് കണ്ടിരുന്ന ആൾ തന്നെയായിരുന്നു, സിറാജുദ്ദൗളയെപ്പോലെ. അങ്ങനെ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ബക്സാർ എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം നടത്തുകയും അങ്ങനെ അതിൽ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. ഈ ഒരു യുദ്ധത്തിനെയാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. മിർ കാസിമും അദ്ദേഹത്തിൻ്റെ സൈന്യവും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റുള്ള നാട്ടുരാജാക്കന്മാരെല്ലാം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. മിർ കാസിമിൻ്റെ സൈന്യം പരാജയപ്പെടുകയാണ് ചെയ്തത്. പ്ലാസി യുദ്ധം പോലെ ഒരു ചതിയിലൂടെ നേടിയ വിജയമായിരുന്നില്ല ബക്സാർ യുദ്ധം. ഒരു നല്ല യുദ്ധം നടത്തിയിട്ട് നേടിയെടുത്ത വിജയമായിരുന്നു ബക്സാർ യുദ്ധം. നോക്കൂ, പ്ലാസി യുദ്ധത്തിന് ശേഷം നവാബായിരുന്ന മിർ ജാഫർ അവരോധിക്കപ്പെട്ടു. ഒട്ടനവധി വ്യാപാര ആനുകൂല്യങ്ങൾ കമ്പനിക്ക് കൊടുക്കുവാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്തു. അങ്ങനെ കമ്പനി ഉദ്യോഗസ്ഥരുടെ അടിക്കടിയുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ മിർ ജാഫർ പരാജയപ്പെടുകയും ഈ സന്ദർഭത്തിൽ കമ്പനി മിർ ജാഫറിനെ മാറ്റി നവാബ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്ന മിർ കാസിമിനെ ബംഗാളിലെ നവാബാക്കി നിശ്ചയിക്കുകയുമാണ് ചെയ്തത്. മിർ കാസിം കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷുകാരുടെ കളിപ്പാവയാകുവാൻ തയ്യാറായില്ല. അതായത് ബ്രിട്ടീഷുകാർ പറയുന്നത് പൂർണ്ണമായിട്ടും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതി മിർ കാസിമിന് ഉണ്ടായിരുന്നില്ല. കമ്പനിയുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുവാൻ തീരുമാനിച്ച മിർ കാസിം തൻ്റെ സൈന്യത്തെ ആധുനിക രീതിയിൽ പുനഃസംഘടിപ്പിച്ചു. ഒന്നുകൂടെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് സൈന്യം ആധുനിക രീതിയാണ്. അതായത് അവരിൽ തോക്ക്, മറ്റു കാര്യങ്ങൾ, വെടിക്കോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല പരിശീലനം ലഭിച്ച സൈനികരാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഉള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സൈന്യത്തെ നേരിടുന്ന രീതിയിൽ മിർ കാസിമിൻ്റെ സൈന്യം ആധുനിക രീതിയിൽ പുനഃസംഘടിപ്പിച്ചു. ബംഗാളിലെ ധനകാര്യ സംവിധാനത്തെ അദ്ദേഹം അടിമുടി പരിഷ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ കമ്പനിക്കെതിരെയുള്ള മിർ കാസിമിൻ്റെ നടപടികൾ ഇംഗ്ലീഷുകാരെ കുപിതരാക്കുകയും മിർ കാസിമിനെതിരെ അവർ സൈനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ മിർ കാസിമിനെതിരെ ഒരു ആക്രമണങ്ങളുടെ പരമ്പര തന്നെ
കമ്പനി നവാബിനെതിരെ അഴിച്ചുവിട്ടു. അതായത് ബ്രിട്ടീഷ് സൈന്യം നവാബായിരുന്ന മിർ ഖാസിമിനെ അടിക്കടി യുദ്ധത്തിൽ ഏർപ്പെടുകയും ധാരാളം തവണ അദ്ദേഹത്തിനെ ആക്രമിക്കുകയും ബ്രിട്ടീഷ് കമ്പനിയുമായിട്ട് പിടിച്ചു നിൽക്കുവാൻ മിർ ഖാസിമിന് സാധിക്കുകയും ചെയ്തില്ല. അങ്ങനെ പരാജിതനായ മിർ ഖാസിം അവധിലേക്ക് രക്ഷപ്പെട്ടു. അവധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അയോധ്യ രാമക്ഷേത്രം ഉണ്ടല്ലോ, ആ ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം അവധിലേക്ക് രക്ഷപ്പെട്ടതിന് ശേഷം അവിടെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ചെയ്തതെന്താണ്? അവധിയിലെത്തിയ മിർ ഖാസിം ഇംഗ്ലീഷുകാരാൽ പുറത്താക്കപ്പെട്ട മറ്റു ഭരണാധികാരികളുടെ സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഒരു സംയുക്ത സൈന്യമായിട്ട് മിർ ഖാസിം ബംഗാളിലെത്തി. മറ്റ് ബ്രിട്ടീഷുകാരുടെ എതിർപ്പ് കൊണ്ടുള്ള രാജാക്കന്മാരുടെ സൈന്യം കൂടിയിട്ട് വലിയ ഒരു സൈന്യം ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാരെ നേരിടുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബംഗാളിലെത്തുകയും ചെയ്തു. അങ്ങനെ 1761 ഒക്ടോബറിൽ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ച് കമ്പനിയുടെ സൈന്യവുമായിട്ട് മിർ ഖാസിമിൻ്റെ സൈന്യം ഏറ്റുമുട്ടുകയും യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ബക്സാർ യുദ്ധം അവരുടെ സൈനിക ശക്തി കൊണ്ട് നേടിയെടുത്ത യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഇങ്ങനെ ഈ ബക്സാർ യുദ്ധത്തിൽ പരാജയപ്പെട്ട മിർ ഖാസിം ഡൽഹിയിലേക്ക് രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. ഇനി ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നിർണായകമായ യുദ്ധങ്ങളിലൊന്നാണ് ബക്സാർ യുദ്ധം. അതിലൊന്നാമത്തെ കാര്യം, ഇംഗ്ലീഷുകാർ പ്ലാസി യുദ്ധം വിജയിച്ചത് ചതിപ്രയോഗത്തിലൂടെയാണെങ്കിൽ ബക്സാർ യുദ്ധം അവർ നേടിയത് സൈനിക മികവിലൂടെയായിരുന്നു. മറ്റൊരു കാര്യം, ബക്സാർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർ ബംഗാളിലെ യഥാർത്ഥ അധിപന്മാരായി തീർന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ നവാബ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി, അതുപോലെ മിർ ജാഫറിനെ ഇല്ലാതെയാക്കി, അതിനുശേഷം മിർ ഖാസിമിനെയും അവിടെ നിന്ന് നാടുകടത്തി. ഇനി ബംഗാളിൻ്റെ പരിപൂർണമായ ഭരണാധികാരന്മാരിലേക്കെത്തി, ബ്രിട്ടീഷുകാരിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയയിലുള്ള പ്രദേശങ്ങളുടെ നികുതി പിരിക്കുവാനുള്ള പരിപൂർണ അധികാരം ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതായത് ഇനി അവിടെ ജമീന്ദർമാരോ മറ്റ് ചെലവുകളൊന്നും അവർക്ക് വരുന്നില്ല. കൃഷിയിൽ നിന്നുള്ള പരിപൂർണ വരുമാനം ആർക്ക് ലഭിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുമാണ് ചെയ്തത്. ഇനി ബക്സാർ യുദ്ധത്തിൽ 3 ഇന്ത്യൻ ശക്തികൾ പരാജയപ്പെട്ടു. അതിലൊന്നാമത്തത് ബംഗാളിലെ നവാബ്, രണ്ടാമത്തത് അവധിലെ നവാബ്, പിന്നെ മുഗൾ ചക്രവർത്തി. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഇന്ത്യൻ ശക്തികളാണ് ഇതിൽ പരാജയപ്പെട്ടത്. ഇങ്ങനെ അലഹബാദ് ഉടമ്പടിയിലൂടെയാണ് ബക്സാർ യുദ്ധം അവസാനിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ പ്ലാസി യുദ്ധത്തിനെ തുടർന്ന് വന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സൈനിക ശക്തിയിലൂടെ നേടിയെടുത്ത വിജയമാണ് ബക്സാർ യുദ്ധം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. 174 പേജിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. റൈറ്റ് ആൻ എസ്സേ ഓൺ ആംഗ്ലോ ഫ്രഞ്ച് സ്ട്രഗിൾ. ആംഗ്ലോ ഫ്രഞ്ച് ഏറ്റുമുട്ടലുകളെക്കുറിച്ച് ഒരു വിവരണം എഴുതുക. ഇതിൽ ഇംഗ്ലീഷ് കമ്പനിയും അതുപോലെ തന്നെ ഫ്രഞ്ച് കമ്പനി. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കമ്പനി കേട്ടോ. നമ്മൾ ബ്രിട്ടീഷ് കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നെയാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ വിദേശ മേൽക്കോയ്മ ഉള്ളത് ബ്രിട്ടീഷുകാരുടെയാണ്. ഈ ഒരു സമയത്ത് ഫ്രഞ്ചുകാരായ ആളുകളും ഇന്ത്യയുടെ മേൽ ഒരു മേൽക്കോയ്മക്ക് വരികയാണ്, ഫ്രഞ്ചുകാർ. അപ്പം അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഏകദേശം 20 വർഷത്തോളം പരസ്പരം സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ, അതുപോലെ തന്നെ സെക്കൻഡ് കർണാട്ടിക് വാർ. 1ാം കർണാട്ടിക് യുദ്ധം, അതുപോലെ 2ാം കർണാട്ടിക് യുദ്ധം. ഇവർ
ഫ്രഞ്ചുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയുടെ കിഴക്കൻ തീരത്തിന് അവർ നൽകിയ പേരാണ് കർണാട്ടിക്. അതായത് ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ താഴ്ഭാഗം, നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശം ഉണ്ടല്ലോ, സൗത്ത്, ഇതിനെയാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദക്ഷിണേന്ത്യയുടെ കിഴക്കൻ തീരത്തിന് യൂറോപ്യന്മാർ നൽകിയ പേരാണ് കർണാട്ടിക്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു മദ്രാസ്, പോണ്ടിച്ചേരി. ഇതിലെ ബ്രിട്ടീഷുകാരുടെ വ്യാപാര കേന്ദ്രം മദ്രാസായിരുന്നു. അതേസമയം ഫ്രഞ്ചുകാരുടെ വ്യാപാര കേന്ദ്രം പോണ്ടിച്ചേരിയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യം ഇന്ത്യയുടെ മേൽക്കോയ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്, ശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് കർണാട്ടിക് വാർ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. 174 പേജ് നോക്കൂ. 6ാമത്തെ ക്വസ്റ്റ്യനാണ്. കോളനി മേധാവിത്വത്തിനും വ്യാപാര മേൽക്കോയ്മയ്ക്കും വേണ്ടി ഫ്രഞ്ച് കമ്പനിയും ഇംഗ്ലീഷ് കമ്പനിയും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീണ്ട 20 കൊല്ലം കർണാട്ടിക് മേഖലയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. അപ്പോൾ ഏകദേശം 20 വർഷത്തോളം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മേൽക്കോയ്മ ഉണ്ടാക്കുവാൻ വേണ്ടി അവർ യുദ്ധം നടത്തിയിട്ടുണ്ട്. ഈ സംഘർഷം ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ അധികാരത്തെ കടപുഴക്കി എറിഞ്ഞു. അവസാനം ഫ്രഞ്ചുകാർക്ക് ഒന്നും ലഭിക്കാതെ അവർ ഇന്ത്യ വിട്ടു പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഇനി നമ്മൾ ഫസ്റ്റ് കർണാട്ടിക് വാറാണ്. 1-ാം കർണാട്ടിക് യുദ്ധം. ദക്ഷിണേന്ത്യയുടെ കിഴക്കൻ തീരത്തിന് യൂറോപ്യന്മാർ നൽകിയ പേരാണ് കർണാട്ടിക്. ഇവിടുത്തെ പ്രധാന ബ്രിട്ടീഷ് വ്യാപാര കേന്ദ്രം മദ്രാസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ മദ്രാസാണ് വ്യാപാര കേന്ദ്രം. ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം പോണ്ടിച്ചേരിയായിരുന്നു. 1742 യൂറോപ്പിൽ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ആ യുദ്ധത്തിൻ്റെ അലയൊലികൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും അധികാര കേന്ദ്രങ്ങളുള്ള ഇന്ത്യയിലും ഉയർന്നു വന്നു. അതായത് ഈ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ പ്രകാരം ഉണ്ടായ യുദ്ധം ഇംഗ്ലണ്ടുകാരുടെയും ഫ്രാൻസുകാരുടെയും കോളനികളായിട്ടുള്ള രാജ്യങ്ങളിലും അത് ആ യുദ്ധത്തിൻ്റെ അലയൊലി അല്ലെങ്കിൽ പ്രതിഫലനം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആ ഒരു യുദ്ധത്തിൻ്റെ അലയൊലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യയിലും ഉണ്ടായി. അങ്ങനെയാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഇവിടെ ഇന്ത്യയിൽ പരസ്പരം യുദ്ധം ഉണ്ടാകുന്നത്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് യുദ്ധമുണ്ടാകുന്നത്. ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡൂപ്ലെ യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലണ്ടുകാരും ഫ്രാൻസുകാരും തമ്മിൽ ഇന്ത്യയുടെ ഈ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ഉണ്ടാകുന്നത്. 1745 ബാർനെറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് നാവികപ്പട കർണാട്ടിക് തീരത്തെത്തുകയും ഫ്രഞ്ച് കപ്പലായ ഫവോറി പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് 1-ാം കർണാട്ടിക് യുദ്ധത്തിന് ആരംഭം കുറിച്ചത്. ഫ്രഞ്ച് കപ്പലായ ഫവോറി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. ഇതാണ് 1-ാമത്തെ കർണാട്ടിക് യുദ്ധത്തിന് ആരംഭം കുറിച്ചത്. ഫ്രഞ്ച് സൈന്യം മദ്രാസിനെ കടൽ വഴിയും കര വഴിയും ആക്രമിച്ച് പിടിച്ചെടുത്തു. ഫ്രഞ്ച് സൈന്യം മദ്രാസ് ആരുടെ കീഴിലാണ് വരുന്നത്? ബ്രിട്ടീഷിൻ്റെ വ്യാപാര കേന്ദ്രമാണ്. അതുകൊണ്ട് കടൽ വഴിയൊക്കെ മദ്രാസിനെ ആക്രമിച്ച് ഫ്രഞ്ച് ആരുടെ കീഴിൽ കൊണ്ടുവന്നു? മദ്രാസ് ഫ്രഞ്ചിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അങ്ങനെ മദ്രാസ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഇംഗ്ലീഷുകാർ കർണാട്ടിക് നവാബായിരുന്ന അൻവറുദ്ദീൻ്റെ സഹായം തേടുകയും നവാബ് ഫ്രഞ്ചിനെതിരെ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ്
നവാബിൻ്റെ സൈന്യവും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയും വലിയ യുദ്ധം നടക്കുകയും ചെയ്തത്. ഈ യുദ്ധം നടക്കുന്ന സമയത്തോടെയാണ് ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശം 1748 ഐല ഷപ്പേൽ സന്ധിയോടെ എഗ്രിമെൻറ്റോടുകൂടെ എന്ത് ചെയ്തത് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സന്ധി പ്രകാരം മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരിച്ചു കിട്ടി. അതായത് ബ്രിട്ടീഷുകാരുടെ വ്യാപാര കേന്ദ്രമാണ് മദ്രാസ്. അത് കീഴടക്കുവാൻ ഫ്രഞ്ചുകാർ ശ്രമിച്ചു. ഐല ഷപ്പേൽ സന്ധിയോടുകൂടി ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശം അവസാനിച്ചതോടുകൂടെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ വ്യാപാര കേന്ദ്രമായിരുന്ന മദ്രാസ് തിരിച്ചു കിട്ടി. ഇതോടുകൂടിയിട്ടാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം. 1749 മുതൽ 1754 വരെ കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം. 175 പേജ് നോക്കൂട്ടാ. 175 പേജ് നോക്കൂ. നമ്മൾ ഒന്നാം കർണാട്ടിക് യുദ്ധം ഐല ഷപ്പേൽ സന്ധിയോടുകൂടെയാണ് അവസാനിച്ചത്. എന്നാൽ യൂറോപ്പിലുള്ള യുദ്ധങ്ങൾ ഒരു പരിധിവരെ അതിന് സന്ധിയായി എങ്കിലും ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരു പൂർണ്ണമായ യോജിപ്പിലെത്തുവാൻ അവർക്ക് അപ്പോഴും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ കലാപങ്ങളിൽ ഫ്രഞ്ചുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഫ്രഞ്ചുകാർക്ക് ഗുണമുണ്ടാകുമെന്ന് ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡൂബ്ലെ മനസ്സിലാക്കി. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാരുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് ഫ്രഞ്ചുകാർ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ നാട്ടുരാജ്യം ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ട് ഫ്രഞ്ചുകാർക്ക് ലഭിക്കും എന്നുള്ള അനുമാനമാണ് ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡൂബ്ലേക്ക് ഉണ്ടായിരുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് ഗവർണർ ഡൂബ്ലെ ഈ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ സഹായിക്കുവാൻ തയ്യാറാകുന്നത്. ഈ സമയത്താണ് കർണാട്ടിക്കിലെയും ഹൈദരാബാദിലെയും ആഭ്യന്തര കലഹങ്ങളിൽ തുറന്ന് ഇടപെടുവാൻ ഡൂബ്ലെ തീരുമാനിച്ചത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം വരികയും ചെയ്തു. ഏതായിരുന്നു അവസരം? കർണാട്ടിക് നവാബായിരുന്ന ദോസ്ത് അലിയുടെ മകളുടെ ഭർത്താവായിരുന്ന ചന്ദ്ര സാഹിബ്, അതായത് മരുമകൻ ചന്ദ്ര സാഹിബും അൻവറുദ്ദീനും തമ്മിൽ കർണാട്ടിക് സിംഹാസനത്തിന് വേണ്ടി മത്സരം ആരംഭിച്ചിരുന്നു. 2 പേര്, ചന്ദ്ര സാഹിബും അൻവറുദ്ദീനും തമ്മിൽ കർണാട്ടിക് സിംഹാസനത്തിന് വേണ്ടി മത്സരം ആരംഭിച്ചു. അതായത് അവിടുത്തെ നവാബാകാൻ വേണ്ടി മത്സരിച്ചു എന്നർത്ഥം. ഇതിനിടയിലാണ് ഹൈദരാബാദ് നൈസാം മരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഹൈദരാബാദ് സിംഹാസനത്തിന് വേണ്ടിയിട്ട് നൈസാമിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പൗത്രനും തമ്മിൽ മത്സരം നടന്നു. പൗത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരമകൻ എന്നൊക്കെ പറയുമല്ലോ. മകനും പേരമകനും തമ്മിൽ മത്സരം നടന്നു. അപ്പോൾ ഈ മത്സരത്തിൽ ചന്ദ്ര സാഹിബിനെയും മുസാഫിർ ജംഗിനെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഡൂബ്ലെ തീരുമാനിക്കുകയും ചെയ്തു. അതേസമയം ഇംഗ്ലീഷുകാർ കർണാട്ടിക്കിൽ അൻവറുദ്ദീനെയും ഹൈദരാബാദിൽ നസീം ജംഗിൻ്റെയും പക്ഷത്ത് ചേരുകയും ചെയ്തു. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാരും അതായത് ഇംഗ്ലണ്ടുകാരും വെറുതെ ഇരുന്നില്ല. അവരും ഈ ഫ്രഞ്ചുകാരുടെ എതിർ വിഭാഗമായിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് സപ്പോർട്ട് കൊടുത്തു. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ എന്താ ചെയ്തത്? കർണാട്ടിക്കിലെ അൻവറുദ്ദീൻ്റെയും ഹൈദരാബാദിലെ നസീർ ജംഗിൻ്റെയും പക്ഷത്ത് ചേർന്നു. അങ്ങനെ ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി ചന്ദ്ര സാഹിബും മുസാഫിർ ജംഗും ചേർന്ന് കർണാടകയിലെ അൻവറുദ്ദീനെ അമ്പീർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തു. ശേഷം ചന്ദ്ര സാഹിബിനെ കർണാട്ടിക്കിൻ്റെ നവാബായി സ്ഥാനമേറ്റു. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടെയാണ് ചന്ദ്ര സാഹിബ് കർണാട്ടിക്കിൻ്റെ നവാബായിട്ട് വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതിനു ശേഷം ശക്തമായൊരു സൈന്യവുമായിട്ട് ഡൂബ്ലെ നസീർ ജംഗിനെതിരെ നീങ്ങുകയും അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു. മുസാഫിർ ജംഗ് ഹൈദരാബാദ് നൈസാമായിട്ട് അധികാരമേൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 പ്രദേശങ്ങളിലും
ഫ്രഞ്ചുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നാട്ടുരാജാക്കന്മാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇതിന് പ്രത്യുപകാരമായിട്ട് മുസാഫിർ ജംഗ് കൃഷ്ണ നദിക്ക് തീരത്തുള്ള തെക്ക് ഭാഗത്തുള്ള പ്രദേശത്തെ ഗവർണറായിട്ട് ഡൂപ്ലയെ നിയമിച്ചു. അതായത് നാട്ടുരാജാവിനെ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ട് ഡൂപ്ലയെ അവിടെ ഗവർണറായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ സപ്പോർട്ടിങ് ഫ്രഞ്ചുകാർക്ക് വന്നതോടുകൂടെ ഇംഗ്ലീഷുകാരുടെ സ്ഥിതി വളരെ മോശമായി, പരുങ്ങലിലായി. ഇംഗ്ലീഷുകാർ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ചന്ദ്ര സാഹിബിനെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രദേശമായിരുന്ന ആർക്കോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. ശേഷം അവിടെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാളെ കർണാട്ടിക് നവാബായി നിയമിക്കുകയും ചെയ്തു. ഈ സമയങ്ങളിലെല്ലാം ഫ്രഞ്ചുകാരുടെ സപ്പോർട്ടിങ് നാട്ടുരാജ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ, ഇംഗ്ലണ്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ഫ്രഞ്ചുകാർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഫ്രഞ്ച് സൈന്യം തുടർച്ചയായി തോൽപ്പിക്കപ്പെടുകയും ഫ്രഞ്ച് ശക്തി വീണ്ടെടുക്കുവാൻ ഡൂപ്ലെ ശ്രമിച്ചുവെങ്കിലും ഒരു നിരന്തരമായ പരാജയമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിരന്തര പരാജയ കാരണം അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും തുടർന്ന് ലോ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയാണ് സൈന്യത്തിൻ്റെ നായകനായിട്ട് നിശ്ചയിച്ചത്. അങ്ങനെ ഇതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയും ബ്രിട്ടീഷുകാരുടെ വിജയം കണ്ട് അദ്ദേഹം തളർന്നു പോവുകയും ചെയ്തു. അതായത് ലോക്കും ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിജയം കൊണ്ടുവരുവാനോ നിലനിർത്തുവാനോ സാധിച്ചില്ല. അവസാനം ലോ എന്ന് പറയുന്ന ഗവർണറെ പിടിക്കപ്പെടുകയും അദ്ദേഹത്തിനെ തടവിലാക്കുകയും ചെയ്തു. ഇതോടുകൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഫ്രഞ്ചിൻ്റെ പൂർണ്ണ പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 വർഷക്കാലം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയുടെ മേലുള്ള മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് കേട്ടോ.